നമസ്കാരം. തിരുവാരൂരിൽ പിറന്നവരെല്ലാം 61ാമത് നായന്മാർകൾ എന്ന് പെരിയപുരാണത്തിൽ പ്രസ്താവിക്കുന്നതും ഒരു പ്രാവശ്യം സായരക്ഷാ പൂജയിൽ പങ്കെടുത്താൽ ഒരു വർഷം ശിവദർശനം ചെയ്ത ഫലമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതുമായ തിരുവാരൂർ ത്യാഗരാജ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള സുന്ദരമൂർത്തി നായനാർക്ക് വലതു കണ്ണിന് കാഴ്ചശക്തി അരുളിയ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു പഞ്ചിൻ മെല്ലടിയാൾ സമേത തൂവായനാഥർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ തിരുവാരൂർ ത്യാഗരാജ ക്ഷേത്രത്തിന്റെ തേർ സൂക്ഷിച്ചിരിക്കുന്നതിന് എതിരിൽ കിഴക്ക് രഥവീതി എന്ന കീഴ്വീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശിവഭഗവാൻ തൂവായനാഥർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി പഞ്ചിൻ മെല്ലടിയാൾ എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 59ാമത്തേതും പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 152ാമത്തേതുമാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ ഒരാളായ സുന്ദരമൂർത്തി നായനാർ ഈ ക്ഷേത്രത്തിലെ മൂലവരെ പറ്റി പതികം പാടിയിരിക്കുന്നു. ദുർവാസാവ് മഹർഷിയാൽ പൂജിക്കപ്പെട്ട സുന്ദരമൂർത്തി നായനാർക്ക് വലതു കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു കൊടുത്ത ഭഗവാനാണ് ഇവിടെയുള്ള മൂലവർ തൂവായനാഥർ. ഇതൊരു ശിവസ്ഥലമാകുന്നതിന് മുമ്പ് ഈ കോവിൽ കടലിനുള്ളിൽ മൺകോവിലായി മറിഞ്ഞിരുന്നു എന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. തിരുവാരൂർ തൂവായനാഥർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. പണ്ടൊരു യുഗത്തിൽ പ്രളയമേർപ്പെട്ട് കടൽ ആകാശത്തോളം പൊങ്ങി വന്നപ്പോൾ ഭൂമിയെ രക്ഷിക്കാൻ ദേവന്മാരും ഋഷീശ്വരന്മാരും ശിവഭഗവാനോട് അഭ്യർത്ഥിച്ചു. ശിവഭഗവാൻ ദുർവാസാവ് മഹർഷിയോട് ഈ പ്രദേശത്ത് അഗ്നിമൂലയിൽ ഒരു കുളം കുഴിച്ച് തന്നെ പൂജിച്ചാൽ കടൽ ശാന്തമാവും എന്നുപദേശിച്ചു. ദുർവാസാവ് മഹർഷിയുടെ നേതൃത്വത്തിൽ മഹർഷിമാർ ഒന്നുചേർന്ന് ഇവിടെ ഒരു കുളം കുഴിച്ച് ശിവഭഗവാനെ പൂജിച്ചു. അവരുടെ പൂജയിൽ സംപ്രീതനായ ശിവഭഗവാൻ പൊങ്ങി വന്ന കടലിനെ അടക്കി അഗ്നിമൂലയിലുള്ള കുളത്തിലേക്ക് വിട്ടു. കുളത്തിനുള്ളിൽ കടൽ ജലം അപ്രത്യക്ഷമായി. ദുർവാസാവ് മഹർഷി പൂജിച്ചതിനാൽ ഈ പ്രദേശം ദുർവാസ നായനാർ കോവിൽ എന്നും ഭഗവാൻ ദുർവാസനാഥർ എന്നുമായി മാറി. പിന്നീട് കാലപ്പോക്കിൽ അത് ദുർവാസർ കോവിൽ എന്നും തൂവായനാഥർ കോവിൽ എന്നുമായി മാറി. ക്ഷേത്രത്തിലെ അർദ്ധമണ്ഡപത്തിൽ ദുർവാസാവ് മഹർഷിയുടെ ശില്പവും പുറത്തുള്ള വിനായകർ സന്നിധിക്കുള്ളിൽ പ്രതിഷ്ഠയുമുണ്ട്. സുന്ദരമൂർത്തി നായനാർക്ക് ഭഗവാൻ വലതുകണ്ണിന്റെ കാഴ്ച കൊടുത്ത ഐതിഹ്യം ഇപ്രകാരം. ശിവഭഗവാൻ തന്റെ പ്രതിരൂപം കണ്ണാടിയിൽ അല്ലെങ്കിൽ പുഷ്കരണിയിൽ കണ്ടതാണ് സുന്ദരമൂർത്തി നായനാർ എന്നാണ് പുരാണങ്ങൾ. ഒരു നാൾ സുന്ദരർ കൈലാസത്തിൽ നിൽക്കുമ്പോൾ പാർവതി ദേവിയുടെ തോഴിമാരായ 2 സുന്ദരിമാരിൽ അദ്ദേഹത്തിന്റെ മനസ്സുടക്കി. ഇത് മനസ്സിലാക്കിയ ശിവഭഗവാൻ സുന്ദരരോട് ഭൂമിയിൽ പിറന്ന് കുറച്ചുകാലം ഗൃഹസ്ഥാശ്രമം അനുഭവിച്ച് വരാൻ നിർദ്ദേശിച്ചു. അതോടൊപ്പം സുന്ദരികളെയും ഭൂമിയിൽ പിറവിയെടുക്കാൻ ഉത്തരവിട്ടു. 2 സുന്ദരിമാരിൽ ഒരാൾ പറവനാച്ചിയരായി പിറവിയെടുത്ത സ്ഥലമാണ് തിരുവാരൂർ. മറ്റൊരാൾ തിരുവട്ടിയൂരിൽ സംഗിൽനാച്ചിയരായും പിറന്നു. പ്രായപൂർത്തിയായപ്പോൾ സുന്ദരമൂർത്തി നായനാർക്ക് തന്റെ ബന്ധുക്കൾ ഏർപ്പാടാക്കിയ വിവാഹത്തെ ശിവഭഗവാൻ ഒരു വൃദ്ധന്റെ രൂപത്തിൽ വന്ന് തടുത്തു. അതിനുശേഷം തിരുവാരൂരിൽ തന്നെ താമസിച്ച് പതികങ്ങൾ പാടാനുള്ള വരവും നൽകി. ശിവഭഗവാനെ ഒരു തോഴനായി കണ്ട് അദ്ദേഹത്തോട് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയും ചെറിയ കുട്ടികളെ പോലെ വാശി പിടിക്കുകയും ചെയ്യുന്ന ആളാണ് സുന്ദരമൂർത്തി നായനാർ. ശിവഭഗവാൻ അദ്ദേഹത്തിന്റെ കുറുമ്പുകളെല്ലാം അനുവദിച്ചു കൊടുക്കാറുമുണ്ട്. ശിവസേവയ്ക്കായി പല പ്രാവശ്യം സുന്ദരമൂർത്തികൾക്ക് ഭഗവാൻ പൊൻപണം നൽകിയിട്ടുണ്ട്. സുന്ദരമൂർത്തി നായനാർക്ക് തിരുപ്പണികൾക്കായി 12,000 പൊൻപണം ശിവഭഗവാൻ വൃദ്ധാചലത്തിൽ നൽകിയത് എങ്ങനെ തിരുവാരൂരിലെത്തിക്കും എന്നാശങ്കപ്പെട്ട സുന്ദരരോട് ഭഗവാൻ പൊൻചാക്ക് മണിമുത്താറ്റിലിട്ട് തിരുവാരൂർ കമലാലയക്കുളത്തിൽ നിന്ന് എടുത്തുകൊള്ളാൻ പറഞ്ഞു. പിന്നീട് പല ശിവസ്ഥലങ്ങൾ സന്ദർശിച്ച് തിരുവാരൂരിലെത്തിയ സുന്ദരർ കമലാലയ തീർത്ഥത്തിന്റെ ഈശാന്യമൂലയിൽ ഈ പൊൻചാക്ക് കണ്ടെടുത്തു. ശിവഭഗവാൻ തന്ന ഉയർന്ന മതിപ്പുള്ള പൊൻപണം ഇവിടെ കിട്ടിയപ്പോഴേക്കും മാറ്റു കുറഞ്ഞിരിക്കുമോ എന്ന് സംശയിച്ച സുന്ദരർക്കായി മാറ്റുരച്ചു നോക്കി മാറ്റു കുറവില്ല എന്ന് തീർപ്പ് പറഞ്ഞ മാറ്റുരയത്തെ വിനായകർ സന്നിധി കമലാലയ തീർത്ഥക്കരയിലുണ്ട്. ഈ സന്നിധിക്ക് പിൻവശത്ത് ഒരു പ്രത്യേക ഭാഗം ലോകത്തിൽ ആദ്യമായി ഉദ്ഭവിച്ച സ്ഥലം എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. തിരുവാരൂരിൽ താമസിച്ച് ത്യാഗരാജമൂർത്തിക്ക് തിരുപ്പണികൾ ചെയ്തു വരവേ അദ്ദേഹം ഒരു നാൾ പറവേനാച്ചിയാരെ കണ്ടു. മുജ്ജന്മബന്ധമായി അവരിൽ പ്രേമം വിടരുകയും അവർ വിവാഹിതരായി അവിടെ താമസിച്ച് തിരുവാരൂർ ക്ഷേത്രത്തിന് തിരുപ്പണികൾ ചെയ്തു വന്നു. അങ്ങനെയിരിക്കെ പറവേനാച്ചിയാരെ തിരുവാരൂരിൽ വിട്ട് സുന്ദരർ ശിവാലയ യാത്രയ്ക്ക് പുറപ്പെട്ടുപോയി. സുന്ദരർ പല ശിവാലയങ്ങളിൽ ഭഗവാന് പതികം പാടി തനിക്കും തന്റെ സഹായികൾക്കുമായി ആവശ്യമുള്ളതെല്ലാം ഭഗവാനിൽ നിന്ന് വാങ്ങിച്ചു വരവേ തിരുവട്ടിയൂർ ത്യാഗരാജ ക്ഷേത്രത്തിലെത്തി. അവിടെ സംഗിലിനാച്ചിയാർ ഭഗവാന് പൂമാല കോർത്തുകൊണ്ടിരുന്നു. സംഗിലിനാച്ചിയാരെ കണ്ടതും മുജ്ജന്മവാസനയാൽ സുന്ദരമൂർത്തികൾക്ക് സംഗിലിനാച്ചിയാരെ വിവാഹം കഴിക്കണമെന്നൊരാഗ്രഹം വന്നു. സുന്ദരർ ഭഗവാന്റെ അടുത്ത് ചെന്ന് സംഗിലിനാച്ചിയാരോട് സമ്മതം വാങ്ങിച്ച് തനിക്കും അവൾക്കും വിവാഹം നടത്തി തരണം എന്ന ചുമതല ഭഗവാനെ ഏൽപ്പിച്ചു. ഭഗവാനും അത് സമ്മതിച്ച് സംഗിലിനാച്ചിയാരുടെ അടുത്തുപോയി സുന്ദരമൂർത്തിയെ വിവാഹം ചെയ്തു കൊള്ളാൻ നിർദ്ദേശിച്ചു. ഉടനെ സംഗിലിനാച്ചിയാർ ഭഗവാനോട് സുന്ദരർ പറവേനാച്ചിയാരെ വിവാഹം ചെയ്തയാൾ, വിവാഹിതനായ അദ്ദേഹത്തെ ഞാൻ എങ്ങനെ വിവാഹം ചെയ്യാനാണ് എന്ന് ചോദിച്ചു.
സംഗിലി നാച്ചിയാരെ വിട്ട് സുന്ദരർ പോകാത്തപടി സത്യം ചെയ്യിപ്പിച്ചു തരാം എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ സംഗിലി നാച്ചിയാർ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ ഭഗവാന്റെ നേതൃത്വത്തിൽ നിന്നെ വിട്ടു പിരിയില്ല എന്ന് സുന്ദരർ സംഗിലിയാർക്ക് സത്യം ചെയ്ത് ഇരുവരും വിവാഹിതരായി തിരുവറ്റൂരിൽ ശിവസേവ ചെയ്ത് കുറച്ചു കാലം താമസിച്ചു. അങ്ങനെയിരിക്കെ തിരുവാരൂരിൽ വസന്തോത്സവം വന്നപ്പോൾ അതിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തിൽ സുന്ദരർ സംഗിലി നാച്ചിയാർക്ക് കൊടുത്ത സത്യം തെറ്റിച്ച് ഗ്രാമത്തിന്റെ അതിര് കടന്നതും സുന്ദരമൂർത്തി നായനാരുടെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. അതിനുശേഷം കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു തരണം എന്ന് പല ശിവസ്ഥലങ്ങളിലും സുന്ദരർ പതികം പാടി. ഒടുവിൽ മനസ്സലിഞ്ഞ ശിവഭഗവാൻ തിരുവൻപാക്കം ഊണ്ട്രീശ്വരർ കോവിലിൽ വെച്ച് സുന്ദരർക്ക് നടക്കാൻ സൗകര്യത്തിനായി ഊന്നുവടി കൊടുത്തു. അതുകൊണ്ട് ശിവഭക്തരായ തന്റെ സഹായികളുടെ സഹായത്തോടെ പല ശിവസ്ഥലങ്ങളും സുന്ദരമൂർത്തികൾ ദർശിച്ചു. ഒരു ഘട്ടത്തിൽ കാഞ്ചീപുരം വന്ന് ഏകാംബരേശ്വരരെ വണങ്ങി മനമുരുകി പതികം പാടിയപ്പോൾ ഭഗവാൻ സുന്ദരർക്ക് ഇടത് കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു കൊടുത്തു. പിന്നീടും പല ശിവസ്ഥലങ്ങൾ ദർശിച്ച് പതികം പാടി അദ്ദേഹം തിരുവാരൂരിലെത്തി. തൂവായനാഥർ കോവിലിലെ അഗ്നിതീർത്ഥത്തിൽ നീരാടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ കാഴ്ച കിട്ടും എന്ന ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള ആകാശതീർത്ഥം എന്ന അഗ്നിതീർത്ഥത്തിൽ നീരാടി തൂവായനാഥരെ പ്രാർത്ഥിച്ച ശേഷം ആരൂരാരെ ദർശിക്കുന്ന വേളയിൽ സുന്ദരർക്ക് വലതു കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അതിനാൽ തന്നെ ഈ ക്ഷേത്രം കണ്ണ് സംബന്ധപ്പെട്ട അസുഖങ്ങൾ മാറ്റാൻ പ്രശസ്തിയുള്ള ക്ഷേത്രങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. അതേസമയം സുന്ദരമൂർത്തി നായനാർ സംഗിലിയാരെ വിവാഹം ചെയ്ത കഥ അറിഞ്ഞ പറവേനാച്ചിയാർ സുന്ദരരെ തന്റെ മാളികയ്ക്കകത്തേക്ക് വരാൻ അനുവദിച്ചില്ല. ശിവഭക്തർ പലരും സുന്ദരർക്കായി പറവേനാച്ചിയാരോട് മധ്യസ്ഥ ചർച്ചയ്ക്ക് പോയെങ്കിലും പ്രയോജനമുണ്ടായില്ല. മനസ്സ് വിഷമിച്ച സുന്ദരർ നേരെ തിരുവാരൂർ ത്യാഗേശ പെരുമാനെ ശരണമടഞ്ഞ് തനിക്കായി പറവേനാച്ചിയാർക്കടുത്തേക്ക് ദൂതു പോകണം എന്നഭ്യർത്ഥിച്ചു. അപ്രകാരം ശിവഭഗവാൻ തിരുവാരൂർ ആലയ ശിവാചാര്യരുടെ വേഷത്തിൽ പോയി പറവേനാച്ചിയാരോട് മധ്യസ്ഥ ചർച്ചയിൽ ഏർപ്പെട്ടെങ്കിലും പറവേനാച്ചിയാർ സമ്മതിച്ചില്ല. ദൂതുപോയ ശിവഭഗവാൻ വരാൻ വേണ്ടി രാത്രിയിലും കാത്തുകൊണ്ടിരുന്നു സുന്ദരമൂർത്തി നായനാർ. ഭഗവാൻ സുന്ദരരോട് സുന്ദര പറവയോട് സംസാരിച്ചു നോക്കി, പക്ഷെ അവൾ നിന്നെ ഭർത്താവായി ഏറ്റെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട സുന്ദരർ വിഷമത്തോടെ ഭഗവാനെ ദേവന്മാരുടെ രക്ഷയ്ക്കായി അങ്ങ് വിഷം ഭക്ഷിച്ചു, മാർക്കണ്ഡേയനെ യമന്റെ അടുത്തു നിന്ന് രക്ഷിച്ചു. ഇങ്ങനെയുള്ള താങ്കൾ അങ്ങയെ വിശ്വസിച്ചിരിക്കുന്ന എന്നെ കൈവിടരുതേ എന്നപേക്ഷിച്ച് ഭഗവാന്റെ കാൽക്കൽ വീണു. സുന്ദരരുടെ ഭക്തിയിൽ മനസ്സലിഞ്ഞ ഭഗവാൻ സുന്ദര നിനക്കായി വീണ്ടും ഇന്ന് രാത്രിയിൽ നാം ദൂതു പോകാം, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. പിന്നീട് ഭഗവാൻ സ്വന്തം രൂപത്തിൽ രാത്രിയിൽ ശിവഭൂതഗണങ്ങളോടും ദേവന്മാരോടും മുനിമാരോടുമൊപ്പം നന്ദിയില്ലാതെ തിരുവാരൂർ തെരുവിലൂടെ നഗ്നപാതനായി നടന്ന് പറവേനാച്ചിയാരുടെ മാളികയിലെത്തി. പറവേനാച്ചിയാരുടെ മാളികയുടെ മുൻവശം തിരുക്കൈലാസം പോലെയായി. ശിവഭഗവാനെ കണ്ട പറവേനാച്ചിയാർ ഓടിവന്ന് ഭഗവാന്റെ കാലിൽ വീണ് വണങ്ങി നിന്നു. ഈശൻ പറവേനാച്ചിയാരോടായി, പറവയെ തോഴൻ എന്ന അവകാശത്തിൽ സുന്ദരർ നമ്മെ അയച്ച കാരണത്താൽ വീണ്ടും നിന്റെ മാളികയിൽ നാം വന്നിരിക്കുകയാണ്. നിന്റെ വീട്ടിൽ സുന്ദരർ വീണ്ടും വരണം എന്നതാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഭഗവാനെ, അങ്ങയുടെ തിരുവടികൾ നോവുന്ന തരത്തിൽ തിരുവാരൂർ വീതിയിൽ അങ്ങ് നടന്നു വന്നത് കണ്ട ശേഷവും ഞാൻ തീരുമാനം മാറ്റാതെ ഇരിക്കുമോ? ഞങ്ങൾ ചേർന്ന് ജീവിച്ചോളാം എന്ന് പറഞ്ഞു. പറവേനാച്ചിയാരെ അനുഗ്രഹിച്ച ശേഷം ശിവഭഗവാൻ സുന്ദരരുടെ അടുത്ത് ചെന്ന്, സുന്ദര നിനക്ക് നിന്റെ പറവേനാച്ചിയാരുടെ അടുത്തേക്ക് പോകാം എന്നുപദേശിച്ച് കരുവറയ്ക്കുള്ളിൽ അപ്രത്യക്ഷമായി. മുമ്പുള്ളതുപോലെ സുന്ദരരും പറവേനാച്ചിയാരും വീണ്ടും ഒന്നായി ജീവിച്ച് ശിവഭഗവാന് തിരുപ്പണികൾ ചെയ്തു വന്നു എന്നാണ് ഐതിഹ്യം. ഏകദേശം 2000ഓളം വർഷം പഴക്കം കണക്കാക്കപ്പെടുന്ന 3 നില രാജഗോപുരത്തോടെ കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളെല്ലാം തന്നെ വിശ്വകർമാവാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തെ പറവിയൂൺ മൺതളി എന്നാണ് സുന്ദരർ പതികത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം ചോഴ രാജാക്കന്മാരും പിന്നീട് നായ്ക്കരും പുനർനിർമ്മാണം ചെയ്തിരിക്കാമെന്നാണ് അനുമാനം. രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ബലിപീഠം നന്ദി ഭഗവാൻ, മൂലവർ സന്നിധിക്ക് മുൻപിലായി അർദ്ധമണ്ഡപത്തിൽ വിനായകർ പ്രതിഷ്ഠ, അടുത്തായി ദുർവാസവ മഹർഷിയുടെ ചെറിയ ചുവർശില്പം, പ്രധാന സന്നിധിയിൽ ശ്രീപരമേശ്വരൻ തൂവായനാഥർ എന്ന നാമത്തോടെ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാന്റെ ശിവലിംഗത്തിൽ വലതുഭാഗത്തായി കണ്ണിന്റെ അടയാളം വ്യക്തമായി ഭക്തർക്ക് കാണാം. ഇവിടെ 2 നാരങ്ങകൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് 1 നാരങ്ങ വാങ്ങിച്ച് അത് സേവിച്ചാൽ കണ്ണ് സംബന്ധപ്പെട്ട അസുഖങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. തെക്ക് ദർശനമായി തനി സന്നിധിയിൽ അമ്പാൾ, പഞ്ചിൻ മെല്ലടിയാൾ, മൃദുപാദ നായികി എന്നീ നാമങ്ങളിൽ അരുൾ പാലിക്കുന്നു. പഞ്ഞിയേക്കാളും മൃദുവായ പാദത്തിനുടമ എന്നതാണ് പഞ്ചിൻ മെല്ലടിയാൾ എന്ന നാമത്തിനർത്ഥം. ദേവി പാദം സ്വല്പം മുന്നോട്ട് പൊക്കി നിൽക്കുന്നത് പോലെയാണ് പ്രതിഷ്ഠ. പ്രധാന മൂർത്തികളല്ലാതെ ദക്ഷിണാമൂർത്തി, പെരുമാൾ, ബ്രഹ്മാവ്, ദുർഗ, ബാല അയ്യപ്പൻ, കന്നിമൂല ഗണപതി, വള്ളിദേവിയാനി സമേത മുരുകൻ, കൈലാസനാഥർ, സുന്ദരർ, പറവേനാച്ചിയാർ, ചേരമാൻ പെരുമാൻ, ഭാര്യയോടൊപ്പം ശനീശ്വരർ, ചണ്ഡികേശ്വരർ, ഭൈരവർ എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുണ്ട്. ശനീശ്വരൻ ഇവിടെ അനുഗ്രഹ ശനിയാണ്. രാത്രി ഹരിവരാസനം പാടിയാണ് ക്ഷേത്ര നടയടിക്കുന്നത്. ക്ഷേത്രവൃക്ഷം പ്ലാവുമരം. ക്ഷേത്രതീർത്ഥം ആകാശതീർത്ഥം എന്ന അഗ്നിതീർത്ഥം.
ആഗമവിധി പ്രകാരമുള്ള ഒരു കാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, നവരാത്രി, അമാവാസി, ശനിയാഴ്ചകൾ, മാർഗഴി തിരുവാതിര, ശിവരാത്രി, തൃക്കാർത്തിക എന്നിവയും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാ സമയം രാവിലെ 6 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവാരൂർ ത്യാഗരാജ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഗോപുരത്തിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് തൂവായനന്ദർ ക്ഷേത്രം. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവാരൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.